ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവിചാരികമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. റോമ 8:26. കർത്താവിന്റെ മനസ്സ് എന്താണെന്ന് ആർക്കാണ് അറിയുക? നമുക്ക് ആർക്കാണ് അറിയുക കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്? പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നില്ലെങ്കിൽ നമുക്കിതൊന്നും അറിയാൻ കഴിയുകയില്ല. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എന്താണ് വിചാരിക്കുന്നതെന്ന് നിങ്ങൾക്കും മനസ്സിലാകുകയില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ലെങ്കിൽ നമുക്കിതൊന്നും മനസ്സിലാകുകയില്ല. ശരിയല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്, യഥാർത്ഥത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു അറിവുമില്ല. നമുക്ക് തോന്നുന്നത് നമ്മൾ ആഗ്രഹിച്ചും ഇഷ്ടപ്പെട്ടും അനുസരിച്ചും നമുക്ക് താല്പര്യങ്ങൾക്കനുസരിച്ചും നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ഒഴിച്ച് ദൈവത്തിന്റെ മനസ്സ് അറിയുകയും പ്രാർത്ഥിക്കാനും നമുക്ക് പലപ്പോഴും കഴിയാറില്ല. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8:26 പൗലോസ് ഇങ്ങനെ പറയുന്നു: നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ നെടുവീർപ്പുകൾ ആത്മാവ് നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പോലെ ദൈവസന്നിധിയിൽ ഉയർത്തും. ആ നൊമ്പരം ദൈവസന്നിധിയിൽ പ്രാർത്ഥന തന്നെയായി മാറും.